ഭാര്യമാർ സൂക്ഷിക്കുക. ടി ഇ വാസുദേവൻ നിർമ്മിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചലച്ചിത്രം 1968 ഡിസംബർ 19 റിലീസ് ചെയ്തു. വി ദേവൻ്റെ കഥയ്ക്ക് എസ് എൽ പുരം തിരക്കഥ എഴുതി. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. യേശുദാസ്, പി ജയചന്ദ്രൻ, എ എം രാജ, പി ലീല, എസ് ജാനകി എന്നിവരായിരുന്നു ഗായകർ. ആകാശം ഭൂമിയെ വിളിക്കുന്നു, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, വൈക്കത്തഷ്ടമി നാളിൽ എന്നീ ഗാനങ്ങൾ ഹിറ്റായി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: നസീർ, സുരേഷ്, ഉമ്മർ, ഡോക്ടർ പൊതുവാൾ, ശങ്കരാടി, ദേവദാസ്, അടൂർ ബാസി, എസ് ആർ പൊതുവാൾ, പറവൂർ ഭരതൻ, ദിലീപ്, ഷീല, ശോഭ, കലാദേവി, വാസന്തി, ടി ആർ ഓമന, ദേവകിയമ്മ, കമല, മാല സിൻഹ, കൊച്ചിൻ അമ്മിണി, മാധവിയമ്മ. ഛായാഗ്രഹണം മെല്ലി ഇറാനി. കഥ: സുരേഷിൻ്റെ ഭാര്യയാണ് വാസന്തി ടീച്ചർ. അവർ നാട്ടുംപുറത്തുകാരിയാണ്. ഭർത്താവിനെ അതിരറ്റ് സ്നേഹിക്കുന്നു. ഭർത്താവിൻ്റെ പ്രശസ്തിയിൽ അഭിമാനിക്കുന്ന അവർക്ക് സുരേഷ് ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹം പ്രകടിപ്പിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ വിശ്വാസം വാസന്തി തന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ്. ശോഭയുടെ ഭർത്താവാണ് ഡോക്ടർ പൊതുവാൾ. നല്ല തിരക്കുള്ള ഡോക്ടർ. ഭാര്യയെ ഏറെ സ്നേഹിക്കുന്നു. എന്നാലും ശോഭയുടെ പരാതി തന്നെ വേണ്ട വിധം ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്നതാണ്. ഡോക്ടർ ഉപരിപഠനാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നു. അതിനു മുൻപ് സുഹൃത്തുക്കളെ, വേണ്ടപ്പെട്ടവരെ ഒക്കെ വിളിച്ച് വിരുന്ന് നൽകാൻ തീരുമാനിച്ചു. വിരുന്നിൽ സുരേഷും പങ്കെടുത്തു. അവിടെ വച്ച് ശോഭയുമായി പരിചയത്തിലായി. പരിചയം ക്രമേണ വളരാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും അവർ ഒന്നിച്ചു പോകാൻ തുടങ്ങി. ഇതെല്ലാം വാർത്തകളാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. പത്രങ്ങൾ മുഖേന വാർത്തകൾ അറിഞ്ഞ കൂട്ടുകാർ വാസന്തി ടീച്ചറോട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഭർത്താവ് തന്നോട് താല്പര്യം കാണിക്കുന്നില്ല എന്നവർക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ സഹിക്കാനാവാതെ വീട്ടിലെത്തിയ സുരേഷിനോട് ദേഷ്യപ്പെട്ടു. സുരേഷ് അവളോട് അത്ര താല്പര്യം കാണിച്ചില്ല. സുരേഷിൻ്റെ അമ്മ ദേവകിയമ്മയും മകനെ ഉപദേശിച്ചു. എന്നാൽ ഇതെല്ലാം നല്ല ഫലങ്ങൾ ഉളവാക്കിയില്ലെന്നു മാത്രമല്ല, വാസന്തിയോടുള്ള വെറുപ്പ് ശക്തമായി മാറുകയും ചെയ്തു. സുരേഷും ശോഭയും തമ്മിലുള്ള ബന്ധം പരസ്യമായി. അവരുടെ അടുപ്പം അതിരുകടന്ന് നിൽക്കുന്ന വേളയിൽ ഭർത്താവിനെ അന്വേഷിച്ച് നാട്ടുംപുറത്തുകാരിയായ വാസന്തി ടീച്ചർ മദിരാശിയിലെത്തി. സുരേഷും ശോഭയും തമ്മിലുള്ള പരസ്യ ഇടപെടലുകൾ കണ്ട ആ സ്ത്രീ ആകെ തകർന്നു ആത്മഹത്യ ചെയ്തു. അപ്പോഴേക്കും പൊതുവാൾ അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിക്കഴിഞ്ഞിരുന്നു. ശോഭ വാസന്തി ടീച്ചറിനെ മരണത്തെപ്പറ്റി കരുതിയത് അത് ഒരു ആത്മഹത്യ അല്ലെന്നാണ്. സുരേഷ് അവരെ കൊന്നതാണെന്ന് ധരിച്ചു. അതോടെ ശോഭ തൻ്റെ വീട്ടിൽ നിന്നും സുരേഷിനെ ആട്ടി ഇറക്കി വിട്ടു. ശോഭയും സുരേഷുമായുള്ള ബന്ധം പൊതുവാൾ മനസ്സിലാക്കി. ശോഭ അയാളോട് മാപ്പിരന്നു. ഡോക്ടർ പൊതുവാൾ മാപ്പ് നൽകാൻ തയ്യാറായില്ല. അയാൾ അവളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. ആശ്രയം നഷ്ടപ്പെട്ട ശോഭ സുരേഷിനെ സമീപിച്ചു. തന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അയാൾക്കതിൽ താല്പര്യമില്ലായിരുന്നു. തന്ത്രപൂർവം രാത്രി കാറിൽ കയറ്റി അവളെ വിജനമായ ഒരു സ്ഥലത്ത് ഇറക്കിവിട്ടു. ഒരു പറ്റം തെരുവ് വിടന്മാരുടെ കയ്യിൽപ്പെട്ടു ശോഭ. അവർ അവളെ മാനഭംഗത്തിന് ഇരയാക്കി. തൻ്റെ ഈ ജീവിതത്തിന് കാരണം സുരേഷാണെന്ന് വിശ്വസിച്ച ശോഭ പകയോടെ നിവർത്തിപ്പിടിച്ച കത്തിയുമായി സുരേഷിൻ്റെ മുറിയിലെത്തി. അയാളെ വധിച്ചു.